രണ്ടാമത്തെ ആയത്തൊന്ന് ഓതിയോളി ആരെങ്കിലും ഒരാൾ. അഴുതുമില്ല എന്ന് നോക്കിയോളി, സമയം പോകും. എവിടെ പോയി നമ്മളെ കുളിയണ്ടർമാരൊക്കെ പോയോ? ഒതികോളി റഹ്മത്ത്ക്ക് തന്നെ ഒതികോളി. ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. മതി. അവിടെ ശ്രദ്ധിക്കാനുള്ളത് അല്ലദി, ആ ഉച്ചരിക്കണം. എന്തുകൊണ്ടാണ്? സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അല്ലേ? കൂട്ടി ഓതാണെങ്കിൽ ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ദി രണ്ട് കതിറാണ്. ലഹു അവിടെയും രണ്ട് കതിറാണ്. അതിന്റെ പേര് മദ്ദുസിലത്തി സുഹറ. മുൽക്കുസമാവാത്തി അവിടെ അലിഫിനും ലാമിനും ഉച്ചാരണം ഉണ്ടാവില്ല. അലിഫ് പിന്നെ എന്താണ് വസിലിന്റെ അംസയാണ്, ലാമ് ശംസിയാണ്. വൽ അറു അവിടെ അലിഫിന് ഉച്ചാരണമല്ല, ലാമിന് ഉച്ചാരണമുണ്ട്, കാരണം ഖമരിയാണ്. വലം യത്തഹിദ് അവിടെ മീമിന് ഇബ്ഹാറാക്കിയാൽ മതി. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് വലദ, ഒന്നിക്ക് എങ്ങനെ ഓതാ? വലം യത്തഹിദ് വലദ, അല്ലെങ്കിൽ വലം യത്തഹിദ് വലദം വലം യകുൻ വലദം വ. ആ ഫതഹ് തൻവീൻ എന്ത് ചെയ്യണം? ബാബിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതണം, എങ്ങനെയാണെങ്കിൽ കൂട്ടി ഓതാണെങ്കിൽ. പിന്നെ വലം യകുല്ലഹു അവിടെ മണിക്കാൻ പാടില്ല, എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. നൂനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഉന്നത്ത് പാടില്ല. അപ്പൊ എങ്ങനെ ഓതണം? വലം യകുല്ലഹു. പിന്നെ അവിടെ ഹു രണ്ട് കതിർ തന്നെയാണ് നീട്ടേണ്ടത്, മദ്ദുസിലത്തി സുഹറ. പിന്നെ ശരീകും ഫിൽ മുൽക്കി, ആ വമ്മ് തൻവീനിനെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം, കാരണം ശേഷം വന്ന അക്ഷരം ഫ ആണ്. ഫിൽ മുൽക്കി, പിന്നെ അവിടെ നിങ്ങൾ നിർത്തുകയാണെങ്കിൽ ഫിൽ മുൽക്ക്. പിന്നെ വഖലഖ കുല്ല ഷൈഇൻ, അവിടെ ആ തൻവീൻ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം, ഷൈഇൻ ഫ. പിന്നെ ഫഖദ്ദറഹു തഖ്ദീറ, ആ ഹു രണ്ട് കതിറാണ് നീട്ടേണ്ടത്. ആ ആയത്ത് എല്ലാവരും കൂടി ഒന്ന് ഉറക്കെ ഒതുക്കാൻ. അഴുതുമില്ല അർത്ഥം പറഞ്ഞോളി. അല്ലദി എന്താ? അല്ലദി എതിരോ? ഒരുവൻ. ലഹു അവനുണ്ട്. മുൽക്കുസമാവാതി വൽ അർദ്, ആ ആകാശ ഭൂമികളുടെ അല്ലെങ്കിൽ ഭൂമിയുടെയും ആകാശങ്ങളുടെയും ആധിപത്യം അവന് മാത്രമാണ്. അങ്ങനെയുള്ള ഒരുത്തൻ. വലം യത്തഹിദ് വലദ, അവൻ സന്താനങ്ങളെ സ്വീകരിച്ചിട്ടില്ല. വലം യകുല്ലഹു ശരീക്കും ഫിൽ മുൽക്ക്, ആധിപത്യത്തിൽ അവന് യാതൊരു പങ്കാളിയുമില്ല, താനും ഉണ്ടായിട്ടില്ല. വഖലഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഫഖദ്ദറഹു തഖ്ദീറ, ഖദ്ദറ എന്ന് പറഞ്ഞാല് വ്യവസ്ഥപ്പെടുത്തി, ക്രമപ്പെടുത്തി, കൃത്യമായി ക്രമീകരിച്ചു എന്നൊക്കെയാണ് പദത്തിന്റെ അർത്ഥം. തഖ്ദീറ ഒരു ക്രമപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ശരിയാം വണ്ണം അള്ളാഹു എല്ലാം ക്രമപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാ. അതിനിപ്പോ കിട്ടാത്ത പദം ഏതാ? ഏതെങ്കിലും ഉണ്ടോ? മുൽക്ക്
ഇത്തഖദ അതൊക്കെ തന്നെയാണ് അതിൽ പുതിയ വന്നത് അല്ലെ. ഖദ്ദറ ഖദ്ദറ എന്ന് പറഞ്ഞാല് കണക്കാക്കി അല്ലെങ്കിൽ കൃത്യമായി ക്രമീകരിച്ചു, വ്യവസ്ഥപ്പെടുത്തി എന്നൊക്കെയാണ് പദത്തിന്റെ അർത്ഥം. ഇനി റിവേഴ്സ് എടുത്തു വരിക. അല്ലദീ, എന്തിനാ അവിടെ അല്ലദീ പറഞ്ഞത്? അല്ലദീ തബാറക്കല്ലദീ, അവിടുക്കാണ് കണക്ട്. തബാറക്കല്ലദീ, യാതൊരുത്തൻ അനുഗ്രഹീത പൂർണ്ണനായിരിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ സ്വഭാവം പറയാണ് അല്ലദീ നസ്സലൽ ഫുർഖാന, അങ്ങനെ തന്നെയല്ലേ? വിശുദ്ധ ഖുർആൻ അല അബ്ദിഹി, തന്റെ ദാസന് വിശുദ്ധ ഖുർആൻ ഇറക്കിയ ആ ഒരുത്തൻ എത്ര അനുഗ്രഹീതനാണ്. അവിടേക്ക് തന്നെയാണ് ബന്ധം. അല്ലദീ, ആ വിശുദ്ധ ഖുർആൻ ഇറക്കിയ ആളാരാ? അല്ലദീ, ഒരുത്തനാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവനാണ്. എന്താണ് ആ സ്വഭാവം? ലഹു മുൽക്കുസ്സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞാല് ആകാശങ്ങളുടെയും ഭൂമിയുടെയും മുൽക്ക് അവനാണെന്നോ അവന് മാത്രമാണെന്നോ? അവന് മാത്രമാണ്. എങ്ങനെയാണ് ആ മാത്രം അർത്ഥം വന്നത്? എങ്ങനെ? അവിടെയാണ് ഒരല്പം ചിന്തിക്കാനുള്ളത്. എങ്ങനെ മാത്രം വന്നത്? നമ്മളിപ്പോ അവന് വീടുണ്ട് എന്നെങ്ങനെയാ നമ്മൾ പറയാ? ശരിക്ക് പറയണ്ടേ എങ്ങനെ? ഹാദാ ബൈത്തും ലഹു, ഈ വീട് അവനുള്ളതാണ് അല്ലേ? അല്ലെങ്കിൽ ഹാദൽ ബൈത്തു ലഹു, ഈ വീട് അവനുള്ളതാണ്. ലഹു നമ്മൾ എവിടെ വെച്ചത്? അവസാനം വെച്ച്. എന്തുകൊണ്ട് അവസാനം വെച്ചത്? ഈ വീട് എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലേ, ആഖ്യ, അതിന്റെ ആഖ്യാതമാണ്, പ്രെഡിക്കേറ്റ് ആണ് ഇത് ലഹു. അപ്പൊ പ്രെഡിക്കേറ്റ് എപ്പോഴാ വെക്കേണ്ടത്? ആഖ്യ പറഞ്ഞിട്ടാണ് ആഖ്യാതം പറയേണ്ടത്. സബ്ജക്റ്റ് പറഞ്ഞിട്ടാണ് എന്ത് പറയേണ്ടത്? പ്രെഡിക്കേറ്റ് പറയേണ്ടത്. മനസ്സിലാവുണ്ടോ? ഇതേ പ്രകാരം ആകാശ ഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനുള്ളതാണ്. ലഹു പറഞ്ഞ അള്ളാഹു ഉണ്ടായിരുന്നു അല്ലേ? അപ്പം മുൽക്കുസ്സമാവാതി വൽ അർളി ലഹു എന്നാണ് ശരിയാവണ്ണം പറയേണ്ടത്. പക്ഷേ അള്ളാഹു അങ്ങനെയല്ല പറഞ്ഞത്. ലഹു എന്ത് ചെയ്തു? ആദ്യം കൊണ്ടുവന്നു. അങ്ങനെ ആദ്യം കൊണ്ടുവന്നാൽ അതിന്റെ എന്താ അർത്ഥം? വ്യത്യാസം വരും. മാത്രം എന്നുള്ള അർത്ഥം കിട്ടും അല്ലേ? ഈ വീട് അവന് മാത്രമുള്ളതാണ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഈ ലഹുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. മനസ്സിലായോ? ലഹു ഹാദൽ ബൈത്ത്, ലഹു ഹാദൽ മസ്ജിദ്, ഈ പള്ളി അവനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ലഹു ആദ്യം കൊണ്ടുവരണം, അവന് മാത്രമുള്ളതാണെന്ന് പറയാൻ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ നിയമം? ആഖ്യാതത്തെ പ്രെഡിക്കേറ്റിന് ആദ്യം നിയമം തെറ്റിച്ചുകൊണ്ട് പ്രെഡിക്കേറ്റിന് ആദ്യം കൊണ്ടുവന്നാൽ എന്തർത്ഥം കിട്ടും? മാത്രം എന്ന അർത്ഥം കിട്ടും. അതുകൊണ്ട് നമ്മൾ അതിന് എന്ത് പറയുന്നത്? അല്ലദീ ലഹു മുൽക്കുസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവന് മാത്രമാണ്. അങ്ങനെയുള്ള അള്ളാഹുവാണ് ഈ ഖുർആൻ ഇറക്കിയത്. അതുകൊണ്ട് അല്ലദീ എന്ന് പറയാനുള്ള കാരണം, അല്ലദീയുടെ ബന്ധം അതാണ്. പിന്നെ മുൽക്കും മിൽക്കും, നിങ്ങൾക്കൊരു മിൽക്ക് അറിയാൻ മതിയാവൂലേ? ഇങ്ങനെ എഴുതിയപ്പോ നിങ്ങൾ എന്താ വായിക്ക? മൂ വായിക്കും, മീ വായിക്കും, മാ വായിക്കും അല്ലേ? മുൽക്ക്, മിൽക്ക്, മൽക്ക്. എന്താ വ്യത്യാസം? എന്താ? മുൽക്ക് എന്ന് പറയുമ്പോ രാജാധിപത്യാണ്, സുൽത്താൻ അല്ലേ? മിൽക്ക് എന്ന് പറയുന്നതോ ഉടമസ്ഥത. ഈ വീട് എന്റേതാണ്, ഹാദാ മുൽക്കി, ഇത് എന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് എന്ന് പറയുന്നത് എന്താ പറയാ? മിൽക്ക് എന്നാ പറയാ, മുൽക്ക് എന്നല്ല. മുൽക്ക് എന്ന് പറയുമ്പോ എന്താ? രാജാധിപത്യം. ഈ മൽക്കോ? മൽക്ക് മലക്കായാലോ? മലക്ക് നിങ്ങൾക്ക് അറിയില്ലേ? ഇനി പിന്നെ സുക്കൂനായാലോ? ആ പ്രദേശമാണ് ഉദ്ദേശിക്കുക. ഇപ്പം ഒരു ഭരണത്തിന് കീഴിൽ പിന്നെ എത്ര പ്രദേശങ്ങൾ? മലക്കൂത്തുസ്സമാവാതി വൽ അർദ് എന്നൊക്കെ കേട്ടില്ല നിങ്ങള്? ആ പ്രദേശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ നോക്കി നിങ്ങള്,
ഒരക്ഷരം മാ മീ മു വ്യത്യാസം വന്നപ്പോ എന്തായി? അജഗജാന്തരം. മാലിക് മിൽക്കിന്റെ ഇതാണ്, ഉടമസ്ഥൻ എന്നാണ്. ഇനി മാലിക്കിന് മുൽക്ക് പറഞ്ഞാൽ തന്നെ രാജാക്കന്മാരുടെ രാജാവ് എന്നർത്ഥം പറഞ്ഞവരുണ്ട്. അപ്പം ഏതൊരു സ്രോതസ്സിൽ നിന്നാണോ ആ പദം വരുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ അർത്ഥം. അപ്പൊ അത് പിടുത്തം കിട്ടിയില്ലേ? പിന്നെ സമാവാത്ത് എന്ന് പറയുന്നത് എന്താ? അതിന്റെ ഏകവചനം സമാ. ശരിക്കും ആ പദത്തിന്റെ അർത്ഥം എന്താ? മുകളിലുള്ളത് എന്നാ. മുകളിൽ എത്ര വരെ പോവും? അറ്റല്ല. അറ്റാരെങ്കിലും കണ്ടുപിടിച്ചണോ? ഇല്ല. അറ്റല്ലാത്ത ആ ലോകത്തിനാണ് എന്ത് പറയാ? സമാവാത്ത്. അപ്പം മുകളിലുള്ളത് അതാണ് അള്ളാഹു ആദ്യം ഇവിടെ ഉപയോഗിച്ചത്. ഒരു ചോദ്യം, എന്തുകൊണ്ട് റബ്ബ് തമ്പുരാൻ നമ്മൾ ജീവിക്കുന്ന ഭൂമിയല്ല ആദ്യം പറയണ്ടേ? അർന്ന് പറഞ്ഞിട്ട് ആകാശം പറഞ്ഞാൽ പോരേനോ? കാരണം ആകാശം മുകളിലല്ലേ, ഭൂമിയല്ലേ നമ്മളവിടെ ഏറ്റവും അടുത്തുള്ള. അർന്ന് പറയാതെ ആകാശം പറയാൻ കാരണം എന്താ? എന്തുകൊണ്ടാവും? നിങ്ങൾക്ക് കിട്ടണമൊക്കെ ഒന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാരണം ഉണ്ടാവും? ഭൂമിയേക്കാൾ എത്രയോ വലിപ്പമാണ് ഇത് ആകാശം. എന്തേ മറ്റ് ഒരുപാട് ഗാലക്സികളും നക്ഷത്രഗോളങ്ങളും പിന്നെ 1,900,000 ഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് വെറും ഒരു ആകാശം ഭൂമിയും പഠിച്ചും കൊണ്ടുവന്നത്? അതൊക്കെ പറഞ്ഞൂടേനോ? എന്തേ ആകാശം ഭൂമി ഇങ്ങനെ ഖുർആനിൽ ആവർത്തിച്ചത്? ഓക്കെ, മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയിലാണ്. റെഡി. അതന്നെ ഞാൻ ആദ്യം പറഞ്ഞത്. ആ ഭൂമിയല്ലേ ആദ്യം പറഞ്ഞത്? അതിന് മുമ്പ് എന്തിനാ ആകാശം പറഞ്ഞത്? മനുഷ്യൻ എന്നുള്ള നിലക്ക് ഓന് മേപ്പോട്ട് നോക്കിയാൽ കാണുന്നത് ആകാശലോകമാണ്, മുഴുവൻ കാണൂല അല്ലേ? താഴോട്ട് നോക്കിയാൽ കാണുന്നത് ഭൂമിയാണ് അല്ലേ? അപ്പൊ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയമുള്ള സുപരിചിതമായ നിത്യജീവിതത്തിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരം പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചിന്തിക്കാൻ പറയുന്നത്. അപ്പൊ ആകാശ ലോകത്തെ പറ്റി ചിന്തിക്കാനാണ് അള്ളാഹു തആല ഇതിലൂടെ പറയണത് അല്ലേ? ആ ആകാശലോകം എത്ര വലിപ്പമാണ്? അതിന്റെ അതിരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? പരിധി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭൂമിയും അതേപോലെ തന്നെ. അപ്പം മനുഷ്യരെ നിങ്ങളെക്കാൾ എത്രയോ വലിയ സൃഷ്ടിയാണ് നിങ്ങൾക്ക് മുകളിലുള്ള 7 ആകാശങ്ങൾ അല്ലേ? നമ്മളിപ്പോ ഈ മുകളിലുള്ള അതിങ്ങനെ കാണുന്നല്ലാതെ അതിന്റെ അപ്പുറത്ത് നമ്മൾ കണ്ടിണോ? ഇല്ല. അപ്പൊ ആ 7 ആകാശങ്ങൾ അള്ളാഹു തആല തിബാക്ക തട്ടുകളായി സൃഷ്ടിച്ചു എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആകാശഭൂമികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനേക്കാൾ ഏറ്റവും അശദ്ദു ഖൽഖ എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത് അല്ലേ? മനുഷ്യന്റെ സൃഷ്ടിപ്പിനേക്കാൾ ഏറ്റവും ഭയങ്കരമാണ് ഇത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. എന്നിട്ട് ആ ഭൂമിക്ക് മുകളിൽ ഒരു ഉറുമ്പിനെ പോലെ ജീവിക്കണ മനുഷ്യ, ഞാണോ ഗർവ് അടിക്കണത് അല്ലേ? ജാണോ അല്ലല്ലാന്ന് പറയുന്നത്? ആ അല്ലയാണ് ഈ ഖുർആൻ ഇറക്കിയത്. കണ്ടോ നിങ്ങള്? അല്ലദീ എന്താണ്? ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. ഏറ്റവും വലിയ അള്ളാഹുവിന്റെ സൃഷ്ടിയായ, അതിനേക്കാൾ വലുതുണ്ട് അല്ലേ? ആ സൃഷ്ടിയായ ആകാശഭൂമികളുടെ പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിയായ ആകാശഭൂമികളുടെ ആധിപത്യം ഏതൊരുവിന്റെ കയ്യിലാണോ അവനാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറക്കിയത് മനുഷ്യ എന്നാണ് അള്ളാഹു തആല നമ്മെ ചിന്തിപ്പിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ലഖൽഖുസ് സമാവാതി വൽ അർദ് അക്ബറു മിൻ ഖൽഖിൻ നാസ്. ജനങ്ങളെ സൃഷ്ടിക്കുന്നേക്കാൾ ഏറ്റവും വലുതാണ്, ഏറ്റവും മഹത്തായതാണ് ഇത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് എന്നുള്ളതാ. അതുകൊണ്ട് അള്ളാഹു തആല ആകാശത്തെ ആദ്യം പറയാനുള്ള കാരണം. അപ്പം ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇതെന്താ? ആകാശം ഭൂമി ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിച്ചാ മതിയോ? പോരാ അല്ലേ? നല്ല സുന്ദരമാണ് അല്ലേ? കവിത ഇല്ലാ മതിയോ? പോരാ. കവിതയും ഇതൊക്കെ ചെല്ലാൻ നമ്മൾ ഉഷാറാ. പക്ഷേ ആ കവിതക്കപ്പുറം, ആ ചിരിക്കപ്പുറം എന്തുണ്ട്? റബ്ബിന്റെ മഹത്വം മനസ്സിലാക്കണം. ഒരു പേന പോലും ഉണ്ടാക്കാൻ കഴിയാത്ത നമുക്ക് ആകാശലോകത്തെ പറ്റി ആ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കുമ്പോ റബ്ബിന്റെ മഹത്വം, റബ്ബിന്റെ കുതിരത്ത്, റബ്ബിന്റെ അളമത്ത് ശരിക്കും നമുക്കിട്ട് എന്താവും? മനസ്സിലാകും എന്നുള്ള.
ആ ആകാശ ലോകത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളായ മാലാക്കമാർ മലക്കുകളൊക്കെ ജീവിക്കണം അല്ലേ? അപ്പം മനുഷ്യൻ ഈ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സൃഷ്ടിക്ക് മുമ്പിൽ മനുഷ്യൻ വളരെ ചെറുതാണ്, നിസാരനാണ് മനുഷ്യ ഇനി എന്ന് അള്ളാഹു തആല നമ്മെ ഉള്ളിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, തഫക്കറു വലാ തഫക്കറു ഫി ദാത്തില്ലാ തഫക്കറു ഫി ഖൽഖില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സത്തയെ പറ്റിയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, അള്ളാന്റെ സത്തയെ പറ്റിയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, മറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് റബ്ബിന്റെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കണം. അങ്ങനെ അള്ളാനെ കണ്ടെത്തണം എന്നാണ്. അതിന് ആകാശം ഭൂമി ഇങ്ങനെ ആവർത്തിച്ച് അള്ളാഹു പറയണത് എന്നുള്ളതാണ്. അപ്പൊ ഇനി ആകാശം ഭൂമിയും എന്ന മറ്റു വേറെ കുറെ സാധനങ്ങളില്ലേ, ഗോളങ്ങളൊക്കെ അല്ലേ, സൃഷ്ടികളില്ലേ, അതൊന്നും പറയാതെ എന്ത് ആകാശം ഭൂമി പറഞ്ഞതില് ആ ആകാശം ഭൂമി പറഞ്ഞതിൽ തന്നെ ബലാകാശാസ്ത്രജ്ഞന്മാർ പറയാണ്, ആകാശം ഭൂമി പറഞ്ഞതിൽ തന്നെ എന്തുണ്ട്, മുഴുവൻ പ്രപഞ്ചവും പെട്ടു. കാരണം എന്താ, അറബിയിലൊരിതുണ്ട്, ഞാന് കിഴക്കും പടിഞ്ഞാറും യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ, ലോകം മുഴുവൻ യാത്ര ചെയ്തു എന്നാ അതിന്റെ അർത്ഥം അല്ലേ? ഇതേപോലെ ആകാശം ഭൂമി രണ്ടറ്റം അല്ലാഹു പറഞ്ഞതാണ്. അപ്പം ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചമാണ് എന്ന് പറയുന്ന ഭാഷാ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ കാഴ്ചയിൽ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ രണ്ട് സൃഷ്ടികളാണ് ഏത്, ആകാശവും ഭൂമി. അതുകൊണ്ട് അള്ളാഹു തആല ആ സൃഷ്ടിയെ എടുത്തു പറഞ്ഞുകൊണ്ട് ആ സൃഷ്ടിയുടെ രാജാധിപത്യം ആരുടെ കയ്യിലാണോ അവനാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമ്മളിപ്പോ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വലിയ കൊട്ടാരം കണ്ടു, സപ്പോസ് കൊട്ടാരം കണ്ട നിങ്ങൾ എന്താ ചെയ്യാ, ഞാനെന്താ ചെയ്യാ, നോക്കിക്കും. എന്തുകൊണ്ടാ നോക്കണത്, അതിന്റെ അത്ഭുതം നോക്കി കുറച്ചേരൊക്കെ അവിടെ നിൽക്കും. നല്ലൊരു പിന്നെ വലിയ കെട്ടിടം കണ്ടാലൊക്കെ നമ്മൾ നിൽക്കും അല്ലെ, ഹംറ കെട്ടിടമൊക്കെ കണ്ടാൽ കുറച്ചേരൊക്കെ ഇങ്ങനെ നോക്കിക്കും നമ്മള്. എന്തുകൊണ്ടാ, അതിന്റെ പിന്നെ സൃഷ്ടി വൈഭവം, അതിന്റെ ആ ഭംഗി, അതിന്റെ ആർക്കിടെക്ട് ഭംഗി, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കും അല്ലേ? പക്ഷെ ആ കെട്ടിടം നിർമ്മിച്ച, കൊട്ടാരം നിർമ്മിച്ച ഒരു നിർമ്മാതാവില്ലേ ഉണ്ട്, അയാളെ പറ്റി നമ്മൾ ചിന്തിക്കൂല. അതിനുള്ള ലൈറ്റും അതിന്റെ ഇതും ഒക്കെ പൂക്കളും ഒക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ പോരും. പക്ഷെ അതിന്റെ ഒരു നിർമ്മാതാവ്, ഒരു എഞ്ചിനീയർ ഇല്ലേ, ആ എഞ്ചിനീയറെ പറ്റി നമ്മൾ ചിന്തിക്കാണ്ടോ? അതേപോലെ യഥാർത്ഥത്തിൽ എഞ്ചിനീയർക്കാണ് മഹിമ അല്ലെ, അയാളുടെ തലയാണ്. എങ്കിൽ ഈ പ്രപഞ്ചമാകുന്ന ഈ പിന്നെ ഗോളം അല്ലെ, ഈ പ്രപഞ്ചമാകുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി, അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിന്റെ സൃഷ്ടാവിന്റെ അടുത്തേക്ക് നമ്മൾ പോകണം. ആ സൃഷ്ടാവിനെ പറ്റി മനസ്സിലാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മെ പഠിപ്പിക്കണം. അപ്പം പിന്നെ മറ്റൊരു കാര്യം അതിൽ പഠിപ്പിക്കുന്നത്, ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വം, വഹ്ദാനിയത്ത്, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ, അവൻ മാത്രമേ അതിന് അർഹനുള്ളൂ എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ എത്തും എന്നുള്ളതാണ്. ശരിക്കും ആകാശം ഭൂമിയും പഠിക്കുന്ന ഒരാൾക്ക് അല്ലാതെ അള്ള മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന ചിന്ത, ആ ചിന്തയിലേക്ക് അവനെ കൊണ്ടുപോകും. അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അവസാനം എന്ത് പറയണ്ട, അല്ലദീന യദ്കുറൂനല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബനാ എന്താ പറയുന്നത്, മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക വഖിനാ അദാബന്നാർ അല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ, പടച്ചോനെ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, ഈ ആകാശവും ഭൂമിയും ഈ ഗോളങ്ങളും നക്ഷത്ര ഗോളങ്ങളും ഒന്നും വെറുതെ സൃഷ്ടിച്ചതല്ല പടച്ചോനെ അല്ലേ? നീ എത്ര പരിശുദ്ധനാണ്, നിനക്ക് യാതൊരു പങ്കാളിയുമില്ല, അതുകൊണ്ട് ഞങ്ങളെ നരകത്തുനിന്ന് രക്ഷിക്കണേ പടച്ചോനെ. ആരുടെ പ്രാർത്ഥനയാണ്? പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? ബുദ്ധിജീവികളുടെ സ്വഭാവമായും വിശുദ്ധ ഖുർആൻ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതിനാണ് അള്ളാഹുവിന്റെ കുദ്റത്ത്, അള്ളാഹുവിന്റെ അളമത്ത് മനസ്സിലാക്കാനാണ് എന്ത് ഈ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹു നമ്മെ പുനർജീവിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്നതും ആ കാര്യത്തിൽ നിന്ന് തന്നെ കിട്ടും. ഇനി നോക്കൂ നിങ്ങള്, പ്രപഞ്ചത്തിന്റെ ആകാശഭൂമിയുടെ ആധിപത്യം അള്ളാഹുവിന് മാത്രമാണ് എന്ന പിന്നെ യഥാർത്ഥ ഉടമസ്ഥത അള്ളാഹു ആണെന്ന് എപ്പോഴാണ് നമുക്ക് ബോധ്യം വരിക?
എപ്പോഴാ ബോധ്യം വരാം? നിങ്ങളുടെ മനസ്സിൽ എപ്പോഴാ നിങ്ങൾക്ക് ബോധ്യം വരാ? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ നിങ്ങളൊരു കമ്പനി തുടങ്ങിയെന്ന് കൂട്ടാം അല്ലേ? ആ കമ്പനി തുടങ്ങി, ആ കമ്പനിന്റെ സമ്പത്തും പിന്നെ അതിന്റെ അധികാരവും ഒക്കെ നിങ്ങൾക്കാണ്. പക്ഷെ പെട്ടെന്നാണ് ഗുരുതരമായ ഒരു രോഗം നിങ്ങൾക്ക് വന്നത് അല്ലേ? നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് എന്തായത്? അയാൾക്ക് മനസ്സിലാവണത് ഈ കമ്പനിന്റെ ഉടമസ്ഥനായ ഞാൻ എന്തില്ല, എന്റെ ഹൃദയമിടിപ്പ് പോലും നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കണില്ലല്ലോ അല്ലേ? ആ ഹൃദയമിടിപ്പ് പോലും പിടിച്ചു വെക്കാൻ, അല്ലെങ്കിൽ അത് നിലച്ചു പോകുന്ന ഹൃദയമിടിപ്പിനെ വീണ്ടും ഒന്ന് മിടിക്കാൻ എനിക്ക് ഞാൻ എത്ര നിസ്സാരനാണ് എന്ന് മനസ്സിലാവും എപ്പോഴാ? നമ്മൾ വലിയ രോഗത്തിന് അടിമപ്പെടുമ്പോഴോ മരണത്തിലേക്ക് കാൽ കുത്തുമ്പോഴോ ആണ് ഇതൊന്നും എന്റെ നിയന്ത്രണത്തിലല്ല അല്ലേ? എത്ര വലിയ കമ്പനിന്റെ ഉടമയായിരുന്നു ഞാൻ, അതപ്പോഴൊന്നും മനസ്സിലാവില്ല. ഇതേപോലെ ഞാനും നിങ്ങളും ഭൂമിയിൽ രണ്ട് കാലുകൊണ്ട് ഇങ്ങനെ സുഖസുന്ദരായി ഇങ്ങനെ നടന്നു പോകുമ്പോ, നന്നായി ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോ, ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ഈ ഭൂമിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനാണ് ഇതിന്റെ യഥാർത്ഥ ആധിപത്യം എന്ന് നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലാവും നമ്മൾ ഏതായാലും ഇപ്പൊ കഴിഞ്ഞ് അല്ലേ, കട്ടിലാടി ചെരിഞ്ഞെടുക്കാം. മരണം ഇങ്ങനെ കൺമുമ്പിൽ കാണുമ്പോൾ മനസ്സിലാവും ഇതൊന്നും ഒരു കാര്യമില്ല, ഈ ഒന്നുമല്ല, ഈ സഞ്ചിയിൽ വാരിക്കൂട്ടിയതൊന്നുമല്ല എന്ന് എപ്പോഴാ മനസ്സിലാവുക? മരണത്തെ കൺമുമ്പിൽ കാണുമ്പോഴാണ് എന്നതാണ്. അതുകൊണ്ടാണ് നാം ആ ഒരു കാര്യം, ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കണ ഒരു പ്രധാന കാര്യം അതാണ്. കമാലുൽ മുൽക്ക് അതാർക്കാണ്? അള്ളാഹുവിന് മാത്രമാണ്. സമ്പൂർണമായ രാജാധിപത്യം അള്ളാഹുവിന് മാത്രമാണെന്ന് തിരിച്ചറിയുന്ന ഒരു രംഗമാണ് അത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കുങ്ങളെ, നമുക്ക് വലിയ സമ്പത്തുണ്ട് എന്ന് കൂട്ടാം. ആ സമ്പത്തിന്റെ ഉടമയാണ് നമ്മൾ എന്ന് കൂട്ടാം. ഇങ്ങനെ രോഗമായി പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, മരണത്തെ നമ്മൾ കൺമുമ്പ് മരിച്ചു എന്ന് കൂട്ടാം. ആ സമ്പത്തൊക്കെ ആർക്കാവും? ഒക്കെ അനന്തരാവകാശികൾ കൊണ്ടുപോകും അല്ലേ? മക്കൾ ചിലപ്പോ കച്ചറയും കൂടി അതൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് അവർ ഓഹരി എടുക്കും അല്ലേ? നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുപോകുണ്ടോ? ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ രാജാധിപത്യം ആർക്കാണ്? ഈ മക്കളും ഈ താൽക്കാലികമാണ് അല്ലേ? മക്കൾ എത്ര കാലം ഉണ്ടാവും? ഓല മരണം വരെ ഉണ്ടാവും അല്ലേ? അപ്പൊ നോക്കിങ്ങളെ, ഭൂമിയിൽ നമ്മുടെ ഉടമസ്ഥതയിൽ എന്തുണ്ടോ അതൊക്കെ താൽക്കാലികമാണ്, മുഅക്കത്താണ്. അതിന്റെ യഥാർത്ഥ ഉടമ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതാണ് ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇവിടുത്തെ ഉടമാവകാശം താൽക്കാലികമാണ് എന്ന്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് മറ്റൊരായത്തിൽ പറയുന്നുണ്ട്. ഇനി ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടി നിങ്ങളെ ഞാനത് തറപ്പിക്കണം. ഷുഐബ് ഒരു കമ്പനിയില് അതിന്റെ മുദീർ കസേലയിൽ ഇങ്ങനെ ഇരിക്കാണ് അല്ലേ? എവിടെ? ഒരു ജനറൽ മാനേജറായിട്ട് ഇങ്ങനെ ഇരിക്ക. ഓൻ പറയും ഇതിന്റെ ജമ്മിയാണ്, ഇതിൻ്റെതാ എന്നൊക്കെ ഓൻ പറയും. യഥാർത്ഥത്തിൽ ഓൻ എന്താ ഉള്ളത്? ഓൻ എത്ര കാലം ആ കസാരമേരിക്കും? എത്ര കാലം ഇരിക്കും? ഏതാനും വർഷങ്ങൾ അല്ലേ? ആ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ഉണ്ടോ? ഓന് തൽക്കാലം കുറഞ്ഞ ശമ്പളം കിട്ടും. ആ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് അവൻ അല്ലേ? ആ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ ഇതൊക്കെ ആർക്കാ പറ്റണത്? അതിന്റെ ഓണർമാർക്ക് അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇതേപോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ഈ കസേലയിരിക്കണ മുതിർന്ന പോലെ താൽക്കാലികമാണ്. പടച്ചോനായിട്ട് പിൻവലിക്കുമ്പോ എന്ത് ചെയ്യും? ഒക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ ഭൂമിയിലെ ഒരു പ്രതിനിധി മാത്രമാണ്, താൽക്കാലികമായി ജീവിക്കുന്ന ഒരു പ്രതിനിധി മാത്രമാണ്. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അള്ളാഹു നിങ്ങളെ പ്രതിനിധിയാക്കി വെച്ച ആ കാര്യത്തിൽ അതിന് നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കാനാണ് അള്ളാഹു തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കുക. അപ്പൊ അത് നമ്മെ മനസ്സിലാക്കുന്ന യഥാർത്ഥത്തിൽ ഒരു വക്കാലത്ത്, ഒരു ഏജന്റ് മാത്രമാണ് നമ്മൾ. യഥാർത്ഥ മുൽക്കാർക്കാണ്? അള്ളാഹുവിനാണ് എന്നത് നമ്മെ പിന്നെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു പ്രദേശത്ത്, ഒരു സ്ഥലത്ത് കുറേ കാലം, ഞാനിപ്പോ ഒരു 60 കൊല്ലം ഒരു പ്രദേശത്ത് താമസിച്ചുട്ടാ, ആളുകളൊക്കെ വിചാരിക്കും ആ വീട് ഇന്റേതാണ്,
ആ സ്ഥലവും ഇന്റേതാണ്. അങ്ങനെ തന്നെയല്ലേ നമ്മളെ ധാരണയും അല്ലേ? ഈ കാണുന്ന ബൗണ്ടറിയിലുള്ള സ്ഥലമൊക്കെ ഇന്റേതാണ് അല്ലെങ്കിൽ ഷുഹൈബിന്റേതാണ് എന്ന് നമ്മൾ ഇങ്ങനെ വിചാരിക്കും. പക്ഷേ എത്ര വരെ ഉണ്ടാവും ആ ബൗണ്ടറി? എന്താ ഞാൻ കൊണ്ടുപോവുക? ഒന്നും കൊണ്ടുപോവില്ല. അപ്പൊ അതാണ്, ഇതേ പ്രകാരമാണ് നമ്മുടെ സമ്പത്താവട്ടെ, നമ്മുടെ സ്ഥാനമാവട്ടെ, നമ്മുടെ കുടുംബമാവട്ടെ, ഇതൊക്കെ താൽക്കാലികമാണ്, ഇതൊക്കെ മുഅക്കത്താണ് അല്ലേ? അപ്പൊ നിങ്ങൾ സാധാരണ വിമാനത്താവളത്തിൽ പോയിട്ട് പിന്നെ അവിടെ ഇങ്ങനെ വിമാനം കയറുന്നവരെ ഇരിക്കൂലേ? എന്താ അതിന് പറയല്? വിശ്രമ സ്ഥലത്തിന് എന്താ പറയല്? അവിടെ ഇങ്ങനെ കുറച്ചേരം ഇരിക്കൂലേ? അവിടെ എന്നും ഇരിക്കും നിങ്ങള്. പക്ഷെ ആ ഇരിക്കാൻ വേണ്ടി കച്ചറ കൂടെ ഇല്ല പലപ്പോഴും ഉണ്ട് അല്ലേ? അതിന്റെ സീറ്റാണ്, ഞാൻ അവിടെ സാധനം വെച്ചിന്നൊക്കെ നിങ്ങളോട് പറയില്ല. ഞാൻ കച്ചറ വിടും അല്ലേ? ഇതന്നെയാണ് ദുനിയാവ്. ദുനിയാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കച്ചറകൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എന്താ? ഓന്റെ സാധനം എടുത്ത് ഓൻ പോവും. ആലോചിച്ച് നോക്ക് നിങ്ങള്. ഇതാണ് ദുനിയാവ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഏത് അനുഗ്രഹം കിട്ടുമ്പോഴും, ഞാനൊരു പണക്കാരനാണെങ്കിൽ ആ പണം എന്ന അനുഗ്രഹം ഞാൻ അനുഭവിക്കുമ്പോൾ, ഞാനൊരു പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയാണെങ്കിൽ ആ ഭാരവാഹിത്വം ഞാൻ വഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഫضലാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹു എനിക്കിത് നൽകിയത് അള്ളാഹുവിന് ശുക്ർ നൽകാനാണ്, ചെയ്യാനാണ്. എന്താ തെളിവ്? മഹാനായ ഒരു പ്രവാചകൻ സുലൈമാൻ നബിക്ക് അള്ളാഹു തആല എന്തൊക്കെയാ കൊടുത്തത്? വലിയ രാജാധിപത്യം കൊടുത്തിന്, അതോടൊപ്പം എന്തുണ്ട്? സമ്പത്തും കൊടുത്തിന്. പിന്നെ ആ പ്രവാചകനായ ആ രാജാവായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ബിൽക്കിസ് രാജ്ഞിയുടെ പിന്നെ എന്ത് കൊണ്ടുവരുന്നുണ്ട്? സിംഹാസനം കൊണ്ടുവരുന്നുണ്ട് അല്ലേ? കൊതുകുതു പക്ഷി കൊണ്ടുവരുന്നുണ്ട് അല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കൂ നിങ്ങള്. പിന്നെ അത് മുമ്പിൽ കണ്ടപ്പോ എന്താ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞത്? എന്താ? ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹമാണ് അല്ലേ? എന്തിനാ എനിക്കിത് നൽകിയത്? ലിയബ്ലുവനി അഷ്കുറു അം അക്ഫർ, ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ, നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ആരാ അത് പറയുന്നത്? സാധാരണ മനുഷ്യനല്ല. രാജാധിപത്യമുണ്ട്, സമ്പത്തുണ്ട് അല്ലേ? പിന്നെ ഒരുപാട് സൈന്യങ്ങളും പ്രചാരകരും ഒക്കെ ഉണ്ട് അല്ലേ? ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ട് അങ്ങനെയുള്ള പ്രവാചകനാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹം കിട്ടും തോറും ഏറ്റവും വിനയമുള്ള മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിക്കണം അല്ലേ? നിങ്ങൾ കോടികളുടെ അധിപനാണെങ്കിൽ ഏറ്റവും വലിയ വിനയാന്വിതനാവണം. നിങ്ങൾ ഏറ്റവും വലിയ ഡോക്ടറേറ്റ് ഉള്ളവനാണെങ്കിൽ ഏറ്റവും വലിയ മുത്തവാദി ആവണം, വിനയാന്വിതനാവണം. അതാണ് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണ്ടോ അല്ലേ എന്നുള്ളതിന്റെ ഒന്നാമത്തെ അടയാളം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കണം അല്ലേ? മറ്റൊരു ചരിത്രം നമ്മെ പഠിപ്പിക്കണ്ടല്ലോ, ഫിർഔനിന്റെ കഥ അല്ലേ? പിന്നെ മൂസാ നബിയോട് ചോദിക്കണില്ലേ? എന്താണ് ചോദിക്കുന്നത്? അലൈസലി മുൽക്കു മിസ്ര, ഈജിപ്തിന്റെ ഭരണാധിപത്യം എന്റേതല്ലേ അല്ലേ? എന്റെ ഉടമസ്ഥാവകാശം, ഇതിന്റെ രാജാധിപത്യമൊക്കെ എനിക്കുള്ളതാണ് എന്ന് മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴോ എന്നിട്ട് എന്താ ഉണ്ടായത്? ആ മുൽക്കിനെ സ്വന്തം ഫിർഔനിലേക്ക് ചേർത്തിപ്പറയുകയും അവസാനം അതിന്റെ റിസൾട്ട് വന്നപ്പോ എന്തായി? ഫിർഔനും കൂട്ടരും മുങ്ങി നശിച്ചു. മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? അനുയായികളും രക്ഷപ്പെടുക. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കുമ്പോ റബ്ബ് തമ്പുരാൻ ഏത് പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ നൽകും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഖാറൂനിന്റെ കഥയും. ഖാറൂൻ മലയാളിന്റെ കഥ എന്തിനാ ശുദ്ധ ഖുർആൻ പറയുന്നത്? അങ്ങനെ സമ്പത്ത് ഉണ്ടാകുമ്പോ അവിടെയും നാം എന്ത് ചെയ്യണം? അഹങ്കരിക്കാൻ പാടില്ല. മറിച്ച് എന്റെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിലേക്ക് ഇതിന് ചേർത്തി പറയണം. ഖാറൂൻ മുതലാളി അള്ളാഹു തആല അവസാനം എന്താ ചെയ്തത്? വഖസഫ്നാ ബിഹി, പിന്നെന്താണ്? വബിദാരിഹി അൽ അർള അല്ലേ? അവനെയും അവന്റെ വീടും അടക്കം ഭൂമിയിലാടായിട്ട് കളയാണ്. ഇത്തരം രംഗങ്ങളൊക്കെ ഇന്നും നമ്മളിങ്ങനെ കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഈ ഒരു കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറയും അല്ലേ? നമ്മളിങ്ങനെ എപ്പോഴും 100 പ്രാവശ്യമൊക്കെ രാവിലെ പറയാൻ വേണ്ടി പറയുന്ന ഒരു ദിക്റില്ലേ? എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു, എന്താണ് പറഞ്ഞാണ്? വഹ്ദഹു ലാ ശരീക ലഹ്, പിന്നെന്താണ്? ലഹുൽ മുൽക്കു, കണ്ടങ്ങള്, വലഹുൽ ഹംദ്
ല്ലേ? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ല്ലേ? എന്തിനാ ഇതിങ്ങനെ പറയാൻ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, തൗഹീദായിട്ട് ഉറപ്പിക്കാണ്. പടച്ചവനെ നീ അല്ലാതെ ഇലാഹില്ല, ല്ലേ? നീ മാത്രമാണ് ഇലാഹ്. ലഹുൽ മുൽക്ക്, അവന് മാത്രമാണ് രാജാധിപത്യം. എന്റെ ഉടമസ്ഥയിൽ ഒന്നുമില്ല പടച്ചവനെ, ല്ലേ? ഞാനൊരു മിസ്കീനാണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് 100 പ്രാവശ്യമാണ് രാവിലെ പറയാൻ വേണ്ടി പറഞ്ഞത്. എങ്ങനെ ഇത് 100 പ്രാവശ്യം ചെല്ല? നിങ്ങൾ പള്ളിയിൽ നിന്ന് ചെല്ലണമെന്നില്ല. നിങ്ങൾ ഡ്യൂട്ടിക്ക് വരുമ്പോ വഴിയിൽ ഇങ്ങനെ ചെല്ല, ബസ്സിൽ കയറിയിട്ട് ചെല്ല, അല്ലേ? വലിയ പണി ഉണ്ടതിന് ഇല്ല. എവിടുന്നും ചെല്ല. കസാരമേ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോഴും എന്ത് ചെയ്യാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരുപാട് രംഗങ്ങൾ ഈ ദിക്ർ ചെല്ലാൻ പറയുന്നുണ്ട്. ദുഃഖം ഉണ്ടാകുമ്പോ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വിഷമം ഉണ്ടാകുമ്പോ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് രംഗങ്ങളിൽ ഇത് ചെല്ലാൻ പറഞ്ഞത് കാണാം. അതന്നെയാണ് അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ, പിന്നെന്താണ് വതൻസിഉൽ മുൽക മിമ്മൻ തശാ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആധിപത്യത്തിന്റെ ഉടമയായ അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് അത് നീ എടുത്തു മാറ്റുന്നു എന്നത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിലും കാണാം, വിശുദ്ധ ഖുർആനിന്റെ ഇതിലും കാണാം. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് പിന്നെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? അള്ളാഹ് പറയും, അനൽ മലിക്, ഞാനാണ് രാജാവ്. ഐന മുലൂക്കുൽ അർദ്, എവിടെയാ ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ? ഫഅൈനൽ ജബാബിറ, ധിക്കാരികളായ ആളുകളൊക്കെ എവിടെയാണ്? വഅൈനൽ അഗ്നിയാ, ധനികന്മാരൊക്കെ എവിടെയാണ്? വഅൈന അസ്ഹാബുൽ പിന്നെ മനാസിബ്, വലിയ വലിയ പൊസിഷൻ വഹിച്ചിരുന്ന ആ സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്ന ആളുകളൊക്കെ എവിടെയാണ്? അപ്പൊ അല്ലാഹു തആല തന്നെ മറുപടി പറയും. എന്താ? ലിമനിൽ മുൽക്കുൽ യൗം എന്ന് ചോദിക്കുമ്പം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്ന് അവിടെ വെച്ച് അല്ലാഹു തആല അവരോട് മറുപടി പറയും എന്നുള്ളതാ. അതുകൊണ്ടാണ് സലഫുകളായ ആളുകളൊക്കെ പറയുന്നത് കാണാം, പിന്നെ ദുനിയാവ്, ഈ ലോകം ജീവിതം എന്ന് പറയുന്നത് ഒരു ഉറങ്ങി എണീക്കണ പോലെയാണെന്നാ. ഉറങ്ങിയിട്ട് ആട് ഉണർന്ന എത്ര സമയം അപ്പൊ നമുക്ക് തോന്നാം? അതേപോലെയാണ് ദുനിയാവുണ്ട. മറ്റു ചിലർ പറഞ്ഞത്, നമ്മള് ഉറക്കത്തിലൊരു കിനാവുണ്ട്, പെട്ടെന്ന് എടുത്ത് അട്ടിയുണ്ട്, ആ കിനാവ് നമ്മൾ കാണോ? വന്നാല് ഇല്ല. ഇതേപോലെയാണ് ദുനിയാവ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന ദുനിയാ ലൈസത്ത് ബിദാരി ഖറാർ, ദുനിയാവ് എന്ന് പറഞ്ഞ സ്ഥിരവാസത്തിന്റെ ഗേഹമല്ല. പിന്നെ അല്ലാഹു തആല എന്ത് വെച്ചിട്ടുണ്ട്? ഫനാ എന്ന് പറയുന്ന ഒരു കാര്യം, നാശം എന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ദുനിയാവിലെ ആളുകളൊക്കെ എങ്ങനെ യാത്ര പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കണം എന്നുള്ളതാ. അപ്പൊ ലോകം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പോലെ ഒരു മരത്തണലിൽ ഇങ്ങനെ തൽക്കാലം ഇരുന്നു അവിടുന്ന് ആ കുറ്റിയും പറിച്ചു പോകുന്നത് പോലെയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് എന്താ? സമ്പത്ത് ഏതുപോലെയാണ്? നിങ്ങളെ കയ്യില് പിന്നെ നല്ല ഐസും കട്ട വെച്ച് ഇങ്ങനെ കുറച്ചേരം പിടിച്ചു വെക്കുക, എന്താ ഉണ്ടാവുക? കൈയിന്റെ ഉള്ളനടി ഐസും കട്ട വെച്ചിട്ട് എന്താ ഉണ്ടാവുക? അല്ലെങ്കിൽ ഗ്ലാസ്സിൽ എടുത്ത് വെച്ചിട്ട് എന്താ ഉണ്ടാവുക? കുറെ ഒരുക്കി അത് വെള്ളമായി മാറും, ഐസും കട്ട ഉണ്ടാവില്ല. ഇതേപോലെയാണ് സമ്പത്ത്. കീശ നിറച്ച് സമ്പത്ത് വെച്ചുണ്ടാവും, കുറച്ച് ഇങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോ നിങ്ങൾ ഇങ്ങനെ നോക്കേണ്ടി എന്താ ഉണ്ടാവുക? അത് കാലിയായിട്ടുണ്ടാവും. ഈ അതാണ് ദുനിയാവിലെ സമ്പത്ത് എന്ന് പറയുന്നത്. ഇനി ദുനിയാവിലെ അധികാരം എന്ന് പറയുന്നതോ, കടലിലെ തിരമാല ഉണ്ടില്ലെങ്കിൽ അല്ലേ? കടലിലെ തിരമാലിന്റെ പ്രത്യേകത എന്താ? കുറെ അങ്ങോട്ട് പൊന്തും, പിന്നെന്താ അതേപോലെ താന്നു വരും, അല്ലേ? ഇന്നാട് മുഖ്യമന്ത്രിയായി വരും, നാളെ അതേപോലെ എന്താവും? എന്താ ഇതിന് പറയല്? പ്രതിപക്ഷത്താവും, അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതാണ് ദുനിയാവിലെ അധികാരം എന്ന് പറയുന്നത്. എന്നാ അള്ളാന്റെ അധികാരം അതാണോ? ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആ രാജാധിപത്യം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ദുനിയാവിലെ രാജാധിപത്യം ഒക്കെ എന്തായി? നഷ്ടപ്പെടും. ഒരിക്കൽ കിട്ടും, 10 കൊല്ലം ഉണ്ടാവും, പിന്നെ 100 കൊല്ലം ഉണ്ടാവില്ല, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും. അതാണ് ദുനിയാവ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വിശ്വാസം ശരിയായി ലഹു മുൽക്കു സമാവാതി വൽ അർദ് എന്ന വിശ്വാസം കിട്ട് ഉറപ്പിച്ചാല് അതുകൊണ്ട് എന്താ നമുക്ക് അതുകൊണ്ട് ഉണ്ടാവുന്ന ഫലം? ഒന്നാമത്തെ ഗുണം എന്താന്ന് വെച്ചാല് വിനയം ഉണ്ടാവും. വിനയം ഉണ്ടാവും. കിബിർ എന്ന് പറഞ്ഞ സാധനം നമ്മളെ മനസ്സിലുണ്ടാവില്ല ശരിക്കാണെങ്കിൽ, അല്ലേ? വിനയം ഉണ്ടാവും. വിനയം ഉണ്ടായാൽ എന്താ? വിനയുള്ളവനെ ദുനിയാവിലും അള്ളാഹു ഉയർത്തും, പരലോകത്തും അവൻ അള്ളാഹു തആല ഉയർത്തും. രണ്ടാമതൊന്ന്,
ജീവിതത്തിൽ ചിലപ്പം പെട്ടെന്നായിരിക്കും നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടല്, പെട്ടെന്നായിരിക്കും ഒരു അപകടം ഉണ്ടാവല്. അപ്പൊ എന്തുണ്ടാവും? ശരിയായ സംതൃപ്തനായിട്ട് അള്ള തന്നതാണിത് അല്ലേ, അള്ള എനിക്ക് നൽകി, പടച്ചോൻ അത് എടുത്തുകൊണ്ടുപോയി, ബസ് അള്ള തന്നു, പടച്ചോ അള്ള തന്നെ തിരിച്ചുകൊണ്ടുപോയി, അതിലുള്ള ഒരു സംതൃപ്തി ഉണ്ടാവും. അതിന് അപകടം വരുമ്പോൾ തന്നെ അള്ളയാണ് എനിക്കിത് തന്നത്, അള്ളയാണ് ഇപ്പൊ എന്തോ ഒരു ഹിക്മത്തിന് ഇത് കേടുവരുത്തിയത് അല്ലേ, ആലോചിച്ച് നോക്കുങ്ങള്. അപ്പൊ ആ ഒരു സംതൃപ്തി അതിലുണ്ടാവും. അതേപോലെ ഒരു അനുഗ്രഹം കിട്ടുമ്പോ അമിതമായി പുളകം കൊള്ളൂല അല്ലേ. ഞാനിപ്പോ എനിക്ക് കോടികൾ ലോട്ടറി കിട്ടി എന്ന് കൂട്ടാ, ലോട്ടറി വാങ്ങാൻ പാടില്ല വേറെ, പിന്നെ കിട്ടിയെന്ന് നിങ്ങൾ സപ്പോസ് സങ്കല്പിക്കാം, ഞാൻ എന്ത് ചെയ്യണ്ട? അമിതമായി ആഹ്ലാദിക്കണ്ട, അമിതമായി ആഹ്ലാദിക്കേണ്ടതില്ല. മറിച്ചെന്താ, ഈ ഞാമത്ത് അള്ളാഹു എന്നെ പരീക്ഷിക്കാൻ തന്നതാണ്, അത് ചിലപ്പോ പഠിച്ചോ എന്റെ ഇടയിൽ ആ വലിച്ചാട് കൊണ്ടുപോവുകയും ചെയ്യും. അള്ളാഹുവിന്റെ ദാനമാണ്, ഇനി അഥവാ കിട്ടിയ അള്ളാഹു ഏൽപ്പിച്ച ഒരു അമാനത്താണ് എന്നതാണ് നമുക്ക് അതിന്റെ പിന്നിൽ ഉണ്ടാവേണ്ടത്. അതേപോലെ ഏതവസരത്തിലും പോകുമ്പോഴും കിട്ടുമ്പോഴും ഒക്കെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം, അള്ളാഹുവിൽ കാര്യങ്ങൾ ബരമേൽപ്പിക്കും അല്ലേ. ദുനിയാവുമായി ഈ കെട്ടിപ്പിണങ്ങണിൽ ദുനിയാവിനോടുള്ള ആസക്തിയിൽ എന്തുണ്ടാവും? ഒരു വിരക്തി ഉണ്ടാവും. യഥാർത്ഥത്തിൽ ലഹു മുൽക്കു സമാവാതി വൽ അർദ് എന്ന വിശ്വാസം നമുക്ക് ഉണ്ടാകുമ്പോൾ, അപ്പൊ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഞാൻ ജീവിക്കുന്ന വീട്, എന്റെ സമ്പത്ത്, ഞാൻ കുന്നുകൂട്ടിയ പിന്നെ അക്കൗണ്ടുകൾ അല്ലെ, ആ അക്കൗണ്ടിലുള്ള സംഖ്യ, എന്റെ ഭൂസ്വത്തുകൾ, ഞാൻ പിന്നെ ആകാശം മുട്ടുവോളം പണിതി വെച്ച ഒരുപാട് ഇമാറുകൾ, പിന്നെ എന്റെ ശരീരം, എന്റെ കഴിവ്, ഇതൊന്നും എന്റേതല്ല, ഇതൊക്കെ അള്ളാഹു തആല അമാനത്തായി നൽകിയതാണ്, താൽക്കാലികമാണ്, അള്ളാഹു തആല അത് തിരിച്ചു കൊണ്ടുപോകും എന്ന ആ ബോധം നമുക്ക് വേണം. അതാണ് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതുഇസ്സുൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്ത് ആൽ ഇംറാനിലെ ആ വചനത്തിൽ നമുക്ക് അത് കാണാൻ പറ്റണം. അപ്പൊ ഒന്നുകൂടി ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വലം പിന്നെന്താണ് തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി എന്ന് പറഞ്ഞിട്ട് അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറക്കിയത് ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യമുള്ള ആ അള്ളാഹു ആണ് കേട്ടോ. അപ്പൊ ഇതിൽ എന്തുണ്ട്? ഇതൊരു സാധാരണക്കാരനല്ല ഇറക്കിയത്, ആ അള്ളാഹു ആണ്, നിങ്ങളെ സൃഷ്ടിച്ച ആ പ്രപഞ്ച സൃഷ്ടാവാണ് ഇത് ഇറക്കിയത്. അപ്പം ആ ഖുർആനിന്റെ മഹത്വം നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും, അത് അവതരിപ്പിച്ച അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് ആർക്കാണോ കൊടുത്തത് ആ അബ്ദ് അഥവാ പ്രവാചകന്റെ മഹത്വം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വേണോ? വലം എത്തഹിദ് വലതൻ വേണോ വേണ്ടേ? നാളെ ആക്കാം അല്ലേ? അത് മതി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.